ഓരോ ഇന്ത്യക്കാരനെയും നേരിട്ട് ബാധിക്കുന്ന ഒരു അതീവ ഗൗരവമായ വിഷയമാണ് ഇനി. നിങ്ങൾ അറിയാതെ നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ബാങ്കിലോ മറ്റ് നിക്ഷേപങ്ങളിലോ അൺക്ലെയിംഡ്, അതായത് അവകാശികളില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നുണ്ടെങ്കിലോ. രാജ്യത്തെ ബാങ്കുകളിലും മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളിലുമായി ഏകദേശം 78,000 കോടി രൂപയുടെ അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ ഞെട്ടിക്കുന്ന വിവരം പങ്കുവച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹം ആഹ്വാനം ചെയ്ത യുവർ മണി യുവർ റൈറ്റ്, നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന ക്യാമ്പയിൻ ഈ വലിയ തുക തിരിച്ചു പിടിക്കാനുള്ള ഒരു ലാസ്റ്റ് കോളാണ്. ഇതിനോടകം ബാങ്കുകളിലും മറ്റ് നിക്ഷേപ സ്ഥാപനങ്ങളിലുമായി കെട്ടിക്കിടക്കുന്ന 2,000 കോടി രൂപ തിരികെ അവകാശികളിലേക്ക് എത്തിച്ചു എന്ന നിർണായക വിവരം പുറത്തുവിട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബുധനാഴ്ച നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം യുവർ മണി യുവർ റൈറ്റ് എന്ന ക്യാമ്പയിൻ വഴി ഇത് സാധ്യമായെന്നും അറിയിച്ചു. കേന്ദ്ര സർക്കാർ ഒക്ടോബറിൽ ആരംഭിച്ച ഈ ക്യാമ്പയിൻ ഓരോ ഇന്ത്യക്കാരനും അവരവരുടെ സമ്പാദ്യം തിരിച്ചു പിടിക്കാൻ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നൽകുകയാണ്. ഇതൊരു ചെറിയ തുകയല്ല, ഒരു രാജ്യത്തിൻ്റെ ബഡ്ജറ്റ് പോലെ വലിയ സംഖ്യയാണിത്. ബാങ്കുകളിൽ മാത്രമല്ല മറ്റ് നിക്ഷേപ മാർഗങ്ങളിലും ഈ പണം കുമിഞ്ഞുകൂടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ക്യാമ്പയിൻ? എങ്ങനെയാണ് നമുക്ക് ഈ വലിയ തുക തിരികെ നേടാൻ കഴിയുക? നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞ 78,000 കോടി രൂപയുടെ മേജർ ഭാഗവും സേവിങ്സ് അക്കൗണ്ടുകൾ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾ, മറ്റ് ടേം ഡെപ്പോസിറ്റുകൾ എന്നിവയിൽ നിന്നുള്ളതാണ്. 10 വർഷമായി ഒരു ഇടപാടും നടക്കാത്ത അക്കൗണ്ടുകളിലെ പണമാണ് പ്രധാനമായും അൺക്ലെയിംഡായി മാറുന്നത്. ഇത് തിരികെ നേടാനുള്ള മെക്കാനിസം കേന്ദ്രം ലളിതമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ബാങ്കുകളിലെ ഇത്തരം നിക്ഷേപങ്ങൾ കൈകാര്യം ചെയ്യുന്നത് റിസർവ് ബാങ്കിൻ്റെ DEP, ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ടാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. റിസർവ് ബാങ്ക് അടുത്തിടെ പുറത്തിറക്കിയ UDGAM, അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് ഗേറ്റ്വേ ടു ആക്സസ് ഇൻഫർമേഷൻ എന്ന പോർട്ടലിൽ നിങ്ങളുടെ പേര്, ബാങ്കിൻ്റെ പേര് തുടങ്ങിയ വിവരങ്ങൾ നൽകുക. സെർച്ച് എഞ്ചിൻ പോലെ പ്രവർത്തിക്കുന്ന ഈ സംവിധാനം വഴി രാജ്യത്തെ വിവിധ ബാങ്കുകളിലെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് നിങ്ങൾക്ക് ഒറ്റയടിക്ക് തിരയാനാകും. നിങ്ങളുടെ പണം കണ്ടെത്തിയാൽ ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കുക. ആവശ്യമായ രേഖകൾ, അതായത് തിരിച്ചറിയൽ രേഖ, അക്കൗണ്ട് വിവരങ്ങൾ തുടങ്ങിയവ ഹാജരാക്കി പണം എളുപ്പത്തിൽ തിരികെ നേടാം. ഇതൊരു കാര്യക്ഷമമായ പ്രക്രിയയാണ്. ഇനി പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖലയാണ് മറ്റ് നിക്ഷേപ ഉപകരണങ്ങളിലെ അൺക്ലെയിംഡ് മണി. ബാങ്കുകൾക്ക് പുറമെ താഴെ പറയുന്ന 3 ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് പ്രധാനമായും ഈ പണം സൂക്ഷിക്കുന്നത്. 1. ഇൻഷുറൻസ് പോളിസികൾ. പോളിസി മെച്യൂർ ആയ ശേഷവും പണം കൈപ്പറ്റാത്ത പോളിസികളിലെ തുക ഇൻഷുറൻസ് കമ്പനികളുടെ കൈവശമുണ്ട്. ഈ പണം സീനിയർ സിറ്റിസൺസ് വെൽഫെയർ ഫണ്ടിലേക്കാണ് മാറ്റുന്നത്. ഇൻഷുറൻസ് റെഗുലേറ്ററായ IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ അൺക്ലെയിംഡ് പോളിസി സെർച്ച് എന്ന വിഭാഗമുണ്ട്. പോളിസി നമ്പർ, ഉടമയുടെ പേര് തുടങ്ങിയ വിവരങ്ങൾ നൽകി നിങ്ങൾക്ക് എളുപ്പത്തിൽ തിരയാനാകും. 2. മ്യൂച്വൽ ഫണ്ടുകൾ. ഡിവിഡൻഡ് പേയ്മെൻറ്റുകളോ റിഡംഷൻ തുകയോ അവകാശികൾ കൈപ്പറ്റാതെ കിടക്കുന്ന വലിയൊരു സംഖ്യയായിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളെ നിയന്ത്രിക്കുന്ന AMFI, അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ഇതിനായുള്ള പ്രത്യേക സെക്ഷനുണ്ട്. 3. ഷെയറുകളും ഡിവിഡൻറ്റുകളും. പലരും മറന്നുപോയ ഷെയറുകളിലെ ഡിവിഡൻറ്റുകളും ബോണസ് ഷെയറുകളും ഇപ്പോൾ IEPF, ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റിയുടെ കസ്റ്റഡിയിലാണ്. 7 വർഷമായി അവകാശികളില്ലാത്ത ഷെയറുകളാണ് IEPFലേക്ക് മാറ്റുന്നത്. IEPF വെബ്സൈറ്റ് സന്ദർശിച്ച് ശരിയായ പ്രൊസീജിയർ പാലിച്ചാൽ ഈ ഷെയറുകളും ഡിവിഡൻറ്റുകളും തിരികെ ലഭിക്കും. പ്രധാനമന്ത്രി മോദി ബുധനാഴ്ച പ്രഖ്യാപിച്ച 2,000 കോടി രൂപയുടെ റീഫണ്ട് ഈ ക്യാമ്പയിൻ്റെ ഇഫക്റ്റീവ്നെസ് ആണ് കാണിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെ എത്രമാത്രം ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നതിനുള്ള സോളിഡ് പ്രൂഫാണിത്. നിങ്ങൾ ഈ ചോദ്യം സ്വയം ചോദിക്കണം. ഈ പറഞ്ഞ 78,000 കോടിയിൽ ഒരു ചെറിയ വിഹിതമെങ്കിലും നിങ്ങളുടെ പേരിൽ അവകാശമില്ലാതെ കിടപ്പുണ്ടെങ്കിലോ? പഴയ കുടുംബാംഗങ്ങളുടെ പേരിൽ നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണിത്. ഓർക്കുക, ഇത് നിങ്ങളുടെ ഹാർഡ് ഏൺഡ് മണിയാണ്. യുവർ മണി യുവർ റൈറ്റ് എന്ന മുദ്രാവാക്യം വെറും ഒരു സ്ലോഗൻ അല്ല, നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു റോഡ് മാപ്പാണ്. ഇപ്പോൾ തന്നെ ഈ പോർട്ടലുകൾ സന്ദർശിച്ച് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയോ പഴയ നിക്ഷേപങ്ങളുടെയോ വിവരങ്ങൾ പരിശോധിക്കും.